ഹായ് ഓൾ. ഇന്നത്തെ പ്രീ മാർക്കറ്റേ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഇന്നലെ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഓക്കെ, ഇന്നലെ അല്ല, മെനഞ്ഞാന്ന് നമ്മുടെ വീക്ക്ലി അനാലിസിൽ ഞാൻ കൃത്യമായിട്ട് എല്ലാ തെളിവുകളും പഴയ കാര്യങ്ങളൊക്കെ നിരത്തി ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോകളും കമൻറ്റുകളും ഒക്കെ ധാരാളം അവിടെ ഇവിടെയൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ വന്നു. മാർക്കറ്റ് പൊട്ടും യുദ്ധ സമാന സാഹചര്യമാണ്, എന്ത് സംഭവിക്കാം, നല്ല ഫോൾ വരും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ കണ്ടു. അപ്പോഴും ഞാൻ നിങ്ങളെ വീണ്ടും ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി വൈകുന്നേരം വീണ്ടും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ്, മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, നമ്മുടെ വിചാരം എന്താണെന്ന് FIS ബിഗ് പ്ലെയേഴ്സിന് അറിയാം. അപ്പം അവരതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മളതിനകത്ത് പെട്ടുപോകരുത് എന്ന് പറഞ്ഞു. എന്നിട്ടും അതിനകത്ത് വീണ്ടും രാവിലെ മാർക്കറ്റ് 30 പോയിന്റ് 40 പോയിന്റ് കണ്ട് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യപ്പെടും, വീണ്ടും പിടിച്ച ധാരാളം ആൾക്കാർ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും മാർക്കറ്റിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും ഇങ്ങനൊരു അൺസർട്ടനിറ്റി വരുമ്പോൾ, ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ മാർക്കറ്റിൽ ഉളവാകുമ്പോൾ മാർക്കറ്റ് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ തപ്പണം. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, പ്രീവിയസ് ഹിസ്റ്ററി തപ്പുക. ആ സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, എന്താണ് സംഭവിച്ചത്, സംഭവിച്ചു കഴിഞ്ഞാൽ എവിടം വരെ പോകും എന്നൊക്കെ നമ്മൾ തപ്പി അങ്ങനെയൊക്കെ അതൊക്കെ വളരെ വിശദമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്തതും നിങ്ങളോട് ഇന്നലെ വോയിസ് സംസാരിച്ചതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ നമ്മൾ പുട്ട ഞാൻ ക്യാപ്ഷൻ എഴുതിക്കുന്ന പോലെ പുട്ടുകാരെല്ലാം കണ്ടം വഴി ഓടിക്കുന്ന മാർക്കറ്റായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഇല്ലേ. ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഒരു വൺ വേ റാലി, 0-ൽ നിന്ന് 300 പോയിന്റിന് മുകളിൽ നിഫ്റ്റി ട്രാവൽ ചെയ്തു. അതുപോലെ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിൽ നിന്ന് 1000 പോയിന്റ് ട്രാവൽ ചെയ്തു. മിഡ് ക്യാപ്പ് 0-ൽ നിന്ന് 200 പോയിന്റ് മേളിൽ. ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ സാഹചര്യങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാം പ്രതികൂലമാണ് അല്ലേ. സാഹചര്യങ്ങൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് പൊട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് നിലവിലുള്ളത്. പക്ഷേ എന്നിട്ടും മാർക്കറ്റ് അപ്സൈഡ് പോയി. എന്താണ് കാരണം? റീറ്റെയിലേഴ്സിൻ്റെ ഈ തിങ്കിങ് തന്നെയാണ് കാരണം. റീറ്റെയിലേഴ്സ് ഇപ്പം പഴയതിനേക്കാളും വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അവർക്ക് കുറേ മുൻധാരണകൾ കാണും ഇല്ലേ. ഒരിക്കലും നമ്മൾ മാർക്കറ്റിൽ മുൻധാരണകൾ വെച്ച് നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. അപ്പോഴത്തെ മൊമെൻറ്റം എന്താണ്, അപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് കണ്ടു വേണം നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ ഇന്നത്തെ ആ ഒരു മാർക്കറ്റ് പറയുന്നത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണത്. ഓക്കെ, നാളെ ഇനി ഇതുപോലൊരു മാർക്കറ്റ് വരുമ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ അവലോകനം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ട്രെൻഡ് നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. നിങ്ങളുടെ മുൻവിധിക്ക് ഒരിക്കലും അടിമപ്പെട്ടു പോകാൻ പാടില്ല. പണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയും യുക്തിയും തമ്മിൽ നമുക്ക് വടംവലി നടക്കും നമ്മുടെ മനസ്സിൽ. ബുദ്ധി പറയും, ഈ സാഹചര്യങ്ങളെല്ലാം വളരെ മോശമാണ്, എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് പൊട്ടും, അതുകൊണ്ട് നീ പുട്ടെടുത്തോ എന്ന് ബുദ്ധി പറയും. യുക്തി പറയും, എന്ത് പറയും, പ്രീവിയസ് ഹിസ്റ്ററി നീ പരിശോധിച്ച് നോക്ക്, സംഭവം അങ്ങനെ നടന്നില്ല. ബുദ്ധി ഇങ്ങനെ പലതും പറയും, പക്ഷേങ്കിൽ പഴയ കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീഴാൻ യാതൊരു സാധ്യതയില്ല, അതുകൊണ്ട് നീ മോളോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് യുക്തി പറയും. അപ്പം ഇവിടെ ബുദ്ധിയും യുക്തിയും തമ്മിൽ ഭയങ്കര വടംവലിയായിരിക്കും. അവിടെ ആര് ജയിക്കും, ആര് തോക്കും, ആര് താന്നു കൊടുക്കും, ആര് മേൽക്കോയ്മ കാണിക്കും. അപ്പോൾ അവിടെ അങ്ങനൊരു വടംവലി വരുമ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ കൃത്യമായി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു കൺവിക്ഷൻ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റി ഒരു കൺവിക്ഷൻ, അല്ലെങ്കിൽ ഞാൻ എടുത്ത ഒരു ട്രേഡിനെ പറ്റി നിങ്ങൾക്കൊരു കൺവിക്ഷൻ ഉണ്ട് അല്ലേ, ഇത് ഇവിടെ വരെ പോകും, അല്ലെ ഇത്ര വരെ ഞാൻ സഹിക്കത്തുള്ളൂ എന്ന് ഉള്ള കാഴ്ചപ്പാടുമാണ് നിങ്ങളുടെ ട്രേഡിനകത്തിൽ എൻട്രി എടുക്കാൻ. ഞാൻ ഇത്രയും പറയാൻ കാര്യം വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്തിലാണെങ്കിൽ പുതിയതായിട്ട് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ പുതുതായിട്ട് വന്നതാണ്, ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തതാണ്, മിനിഞ്ഞാന്ന് ജോയിൻ ചെയ്താണ്, കഴിഞ്ഞ ജോയിൻ ചെയ്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ കൃത്യമായി മാർക്കറ്റിനെ നിരീക്ഷിക്കുക. ഒരു ദിവസത്തെ 2 ദിവസത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാർക്കറ്റിൽ എടുത്തു ചാടാൻ പാടില്ല.
നിങ്ങൾ പ്രൈസ് ആക്ഷൻ സീരീസ് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഇതിനകത്തിൽ പ്രൈസ് ആക്ഷൻ സീരീസ് ഉണ്ട്. അതിനകത്തിൽ ആ സീരീസ് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട കുറേ വീഡിയോകൾ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ കണ്ടതിന് ശേഷം കൃത്യമായ ധാരണയോട് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങാവൂ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് കുറച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെയും നിങ്ങൾ ന്യായം പാലിച്ച് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്ത് ന്യായം പാലിച്ച് മനസ്സിനെ ഒരു ഇരുത്തം വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങാവൂ എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന. അപ്പം പറഞ്ഞു ഒത്തിരി നീണ്ടു പോകുന്നു. ഞാൻ ഇത്രയും പറഞ്ഞതിന് കാര്യം, ഇന്നലെ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ക്രെഡിറ്റ് ഒന്നും പറഞ്ഞതല്ല. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. അങ്ങനെ മാർക്കറ്റിൽ അങ്ങനെ പല ഇപ്പോൾ ഞാൻ പറഞ്ഞ എതിരെ പോയിട്ടില്ലേ, എല്ലാം റോങ് ആയിട്ട് പോയിട്ടില്ലേ. അപ്പം നമുക്കങ്ങനെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വരച്ച വരയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. എനിക്കിങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ, ഒന്നും അറിയാൻ വയ്യാത്തൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ പുട്ടിന് പകരം കോളിന് പകരം പുട്ടും എടുത്ത് പൈസ ഇഷ്ടം പോലെ കളഞ്ഞ് അവസരം ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? വീണ് ആണ് പഠിച്ചത്. അതായത് നമ്മൾ വീണ് പിന്നെ വീഴുന്നതിൻ്റെ കാരണം മനസ്സിലാക്കി, പിന്നെ അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പഠിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ലെവലിലെത്തിയത്. അപ്പോൾ നിങ്ങൾക്കത് പറ്റും. അപ്പം കൃത്യമായ സാധനയിലൂടെ അല്ലെങ്കിൽ കൃത്യമായ മുന്നൊരുക്കത്തോട് മാത്രമേ നമുക്ക് ഈ ലെവലിലോട്ടൊക്കെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം എന്തൊരു കാര്യം ഞാനെപ്പോഴും പറയുന്നത്, പിന്നെ ആവർത്തന രസം ഉണ്ടാകും. നമ്മൾ എപ്പോഴും ഒരു കാര്യം പഠിക്കുമ്പം ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടാണോ പഠിക്കുന്നത്? അല്ല. മാജിക്ക് പോലാണോ പഠിക്കുന്നത്? അല്ല. നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ 5 വർഷം MBBS പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ ഒരു അത്യാവശ്യം ഒരു ഡോക്ടർ എന്ന പേരിൽ നമുക്ക് ഉള്ളിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷമോ അല്ല 2 വർഷമോ 3 വർഷമോ നമ്മൾ പഠിച്ചെങ്കിൽ ഒരു ടെക്നീഷ്യനായിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ടെക്നിക്കലായിട്ട് പുറത്തിറങ്ങിയാലും നമ്മൾ കുറേ നാളോടെ പിന്നെ പ്രാക്ടീസ് ചെയ്യണം ഇല്ലേ. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫുൾ ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ സമയമെടുക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ട്രേഡിങ്ങും ഒരു കരിയറാണ്. മനസ്സിലായോ? ട്രേഡിങ് ഒരു കരിയറാണ്. അപ്പോൾ ആ കരിയറിൽ നിങ്ങൾക്ക് കുറച്ച് മെയ്വഴക്കം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി പഠിക്കണം. പഠിച്ചത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് ഇരുത്തം വരണം. ഇരുത്തം വന്നു കഴിയുമ്പോൾ പിന്നെ മാർക്കറ്റ് വീണാലും പൊട്ടിയാലും ഇവിടം വരെ പോകത്തുള്ളതെന്ന് നമുക്കൊരു ഒരു ധാരണ വരും. ആ ധാരണയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് വിജയിച്ച് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒത്തിരി പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. നമുക്ക് ചാർട്ടിലോട്ട് വരാം. അപ്പം നമുക്ക് മാർക്കിലോട്ട് വരാം. അപ്പം ചാർട്ടിലോട്ട് എന്ന് കഴിഞ്ഞാൽ ഇന്നെന്താ സംഭവിച്ചത്? ഇന്ന് സംഭവിച്ചത് കൃത്യമായിട്ട് നിങ്ങൾ നമുക്ക് ഏകദേശം ഒരു 30 പോയിൻറ്റ് 40 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇല്ലേ. ഓപ്പൺ ചെയ്തു നമ്മളുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ലേ, ആ റെസിസ്റ്റൻസിലെത്തി റിജക്ഷൻ വന്നു. എങ്കിലും നമ്മുടെ ലോ ബ്രേക്ക് ചെയ്തില്ല. അന്നത്തെ ആ ലോ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറാൻ തുടങ്ങി. പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ തന്നെങ്കിൽ അത് ക്ലോസിങ് ചെയ്തിൻ്റെ പോയില്ല. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ താഴെ അതിൻ്റെ ക്ലോസിങ് പോയില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് പിന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന്, ഒരു സേഫ് ട്രേഡറിന് ഇവിടെ ട്രേഡ് ഇല്ല. കാരണം നമുക്കൊരു കൺഫർമേഷൻ ഇല്ലാതാണ് ഈ മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു എക്സ്പീരിയൻസ് ട്രേഡറിന് മനസ്സിലാവും എന്താണ് ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ മനസ്സിലാവും ഈ റെഡ് ക്യാൻഡിലിന് സ്ട്രെങ്ത് കുറവാണ്, ഇതിനെ കട്ട് ചെയ്ത് പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ആയിരിക്കും. ഈ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, ഇതായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇത് വെച്ചുകൊണ്ട് റിസ്കി ട്രേഡേഴ്സ് ഇവിടെ ട്രേഡ് എടുക്കും. ആ ട്രേഡ് എടുത്തവർക്ക് സുന്ദരമായിട്ട് മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഈ നല്ല ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരു 100 പോയിൻറ്റ് മുകളിലോട്ട് കിട്ടി ഇല്ലേ. 100 പോയിൻറ്റ് മുകളിലോട്ട് കിട്ടി. നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റി. ഇല്ല, വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് തന്നെങ്കിലും ഇതിനെ കണ്ടത് ഒരു എൻഗൾഫിംഗ് ആണ് കണ്ടത്. പക്ഷേ എൻഗൾഫിംഗ് ആണെങ്കിൽ തന്നെയും അതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലിനേക്കാളും വോളിയം വളരെ കുറവാണ് ഇല്ലേ. അപ്പോൾ പക്ഷേ ഈ വോളിയം ബേസ്ഡ് ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. എങ്കിൽ തന്നെ കുറച്ച് പരിചയമുള്ളവരോട് ഞാൻ പറയുകയാണ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എൻഗൾഫിംഗ് ആണ്, മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് വരുന്നത്? ഈ ബ്ലൂ ലൈന് താഴെ പോകണം മാർക്കറ്റ് അല്ലേ. ഈ ബ്ലൂ ലൈന് മാർക്കറ്റ് താഴെ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു നെഗറ്റീവ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് വന്ന് തിരിച്ച് കയറി പോകുന്നത്. പക്ഷേ അവിടെ അങ്ങനൊന്നും സംഭവിച്ചില്ല. ആ ക്യാൻഡിൽ എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നെങ്കിലും എൻഗൾഫ് ചെയ്തെങ്കിൽ അതൊരു ഫേക്ക് എൻഗൾഫിംഗ് ആയിരുന്നു ഇല്ലേ. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ വീണ്ടും മുകളിൽ പോയി. ഈ റെഡ് ക്യാൻഡിൽ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസിങ് വരുമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഓക്കെ ഇത് മാർക്കറ്റ് താഴോട്ടുള്ള ട്രെൻഡാണെന്ന് പറയാം. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. അടുത്ത ക്യാൻഡിൽ എന്താ സംഭവിച്ചത്? ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ഇതിന് താഴെ ക്ലോസ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. പിന്നെ അതിനുശേഷം അവിടുന്ന് മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് പോകാൻ തുടങ്ങി. ഒരു പോയിന്റിലെത്തി വീണ്ടും അവിടുന്ന് ഒരു റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് വരാനൊക്കെ തുടങ്ങി. പക്ഷേങ്കിൽ
അവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ചു വരും. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സേഫ് ട്രേഡറിന് ഒരിക്കലും ഒരു കൺഫർമേഷൻ ഇല്ല. ഇവിടെ എങ്ങും ഒരു കൺഫർമേഷൻ ഇല്ല. ഒരു എൻട്രി പോയിന്റ് നമുക്ക് കിട്ടിയില്ല. കൃത്യമായിട്ട് ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ, നമുക്കൊരു എൻട്രി പോയിന്റ് നമുക്കില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ മാർക്കറ്റിൽ ട്രേഡ്. അപ്പം അത് ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് വേറെ തർക്കമൊന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെ സേഫ് ട്രേഡേഴ്സിന് നമുക്ക് അങ്ങനെ എൻട്രി പോയിന്റ് കിട്ടിയില്ലെങ്കിൽ എടുക്കാതെ മാറിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കൃത്യമായി എൻട്രികൾ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. എല്ലാ ദിവസവും എൻട്രി കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന ദിവസം ആ എൻട്രി നമ്മൾ നല്ലപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സേഫ് ട്രേഡേഴ്സിന് നമുക്ക് ഇന്നൊരു എൻട്രി പോയിന്റ് കിട്ടിയില്ല. ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം, എൻട്രി പോയിന്റ് കിട്ടിയില്ല. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് 300 പോയിൻറ്റോളം ട്രാവൽ ചെയ്തു. ഇതാ ഇവിടെ വന്നു ഒരു പോയിന്റ്, ഒരു ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇത് എത്രയാണ്, 24,283, 24,300 ഞാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഞാൻ മാർക്കറ്റ് 23,300 നിങ്ങൾ സൂക്ഷിക്കണം. 300 ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അവിടെ വരെ മുട്ടാൻ നോക്കിയിരിക്കണം. നിങ്ങൾ പ്രോഫിറ്റ് ഉള്ളൊരു ബുക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ ഏരിയ 24,283 വന്ന് മാർക്കറ്റ് റെസൻസ് എടുത്ത് അവിടെ കുറേ നേരം ആടി കളിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നൽകി. നമ്മൾ പറഞ്ഞ നമ്മുടെ ലെവൽ വളരെ കൃത്യമായിരുന്നു. 24,358 എന്ന് പറഞ്ഞ അതേ പോയിന്റിൽ വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ചു വന്ന് വീണ്ടും അവിടെ റീബൗണ്ട് ചെയ്തു. അപ്പം ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്കില്ലായിരുന്നു. പക്ഷേങ്കിൽ റിസ്കി ട്രേഡേഴ്സിന് പലപ്പോഴും റിസ്ക് എടുത്ത് സ്റ്റോപ്പ് ലോസ് കൃത്യമായി വെച്ചുകൊണ്ട് അവർക്ക് ട്രേഡ് എടുക്കാൻ പറ്റി. പക്ഷേ ഇന്നത്തെ പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലപോലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ, ഞാനിപ്പോൾ നോക്കുമായിരുന്നു, ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് നിങ്ങളൊക്കെ പ്രോഫിറ്റിൽ ഇറങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, അപ്പോൾ നാളെ ഇനിയിപ്പോൾ കൂടുതൽ എന്നെപ്പറ്റി സംസാരിച്ച് വഷളാക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് നാളത്തെ കാര്യം നോക്കാം. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട്, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഓട്ടെ, നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എൻട്രി പോയിൻ്റ്, നമുക്ക് റേഞ്ച് ഉണ്ട്. ഇതാണ് നമ്മുടെ റേഞ്ച്. ഈ പറയുന്ന 24,358 നമ്മുടെ റേഞ്ച്. താഴത്തെ റേഞ്ച് ഇത് തന്നെ 24,283. മാർക്കറ്റ് ഇതിനിടയ്ക്കാണ് നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന നോക്കുക. അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു കൺഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ബ്രേക്ക് ചെയ്യണം. താഴോട്ടൊരു കൺഫർമേഷൻ, ഇതിന് താഴെ നമുക്ക് ട്രേഡ് എടുക്കാം, റിസ്കി ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കി നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ ഒരു കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 24,213 ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ ഡിസസീവായിട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,149, പിന്നെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരെ താഴെ 24,000 ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, നാളെ ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ഈ പോയിന്റിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇനി ഇന്ന് വരെ ഞാൻ പറഞ്ഞു, നാളെ മുതൽ മാർക്കറ്റിനെ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. മുമ്പോട്ടുള്ള ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. 24,500 നമുക്കൊരു ഇടക്കാലമായിട്ട് ഒരു സൈക്കോളജിയായിട്ട് നമുക്ക് വരച്ചിട്ടേക്കാം. അവിടെ 24 ഈ സംഭവം. ഓക്കെ, ഇതവിടെ കിടന്നോട്ടെ. ഇത് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിൽ തന്നെ 24,500 എന്ന് പറയുന്നൊരു സൈക്കോളജിക്കൽ സംഭവമായിട്ട് അവിടെ കിടന്നോട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ആദ്യം 24,800 ബട്ട് 24,500 നമുക്കവിടെ ഇടത്താളമായിട്ട് കിടന്നോട്ടെ. അപ്പം ഇവിടെ എന്ത് പ്രൈസ് ആക്ഷൻ നടക്കുന്നുള്ളൂ നമ്മൾ വാച്ച് ചെയ്യുക. ഇതിന് മേളിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വന്ന് തിരിച്ച് കയറി പോവോ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് കയറി പോവോ എന്നൊക്കെ നാളെ നോക്കിയിട്ട് മാത്രം, സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ടെൻഷൻസ് ധാരാളം ഉണ്ട് മാർക്കറ്റിലും നമ്മുടെ പൊളിറ്റിക്കലായിട്ടും അല്ലാതെയും യുദ്ധജന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ, ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ശരിക്കും മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, ന്യൂസുകളെ വാച്ച് ചെയ്യുക, എന്ത് എസ്കലേഷനാണ് ഉണ്ടാകുന്നതെന്നുള്ളത് നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നു, ഇനി മുകളിലോട്ടുള്ള പോക്ക് അത്ര ശുഭകരമല്ല. ഏത് നിമിഷവും പൊട്ടലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ പോക്കായിരുന്നു. ഞാനിത് ഓൾറെഡി ഇവിടെ അന്നേരപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടായിരുന്നു. നെഗറ്റീവിൽ പോയ സാധനം 1000 പോയിൻ്റ് ട്രാവൽ ചെയ്തു. അപ്പം നമുക്കിനി ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഹൈ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം. താഴത്തെ സാധനം ഇതായത് ഇത്രയും വെരി സിമ്പിളാണ്. ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ കളർ മാറ്റണം. ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ
എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, ആ വഴിക്ക് നിങ്ങൾ പോവുക. ഓക്കെ, ഇതിന് വേണമെങ്കിൽ ഇവിടെ വീണ്ടും ഒരു സാധനമുണ്ട്, ഇവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സംഭവം. മുകളിലോട്ട് പോവുകയാണെങ്കിൽ 56,100, പക്ഷേ മുകളിലോട്ട് എത്രത്തോളം പോകുമെന്നുള്ളതിനകത്ത് സംശയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഓൾ ടൈം ഹൈ നിൽക്കുന്നതുകൊണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, HDFCയെയും ICICIയെയും കോട്ടക്കിനെയും നിങ്ങൾ നോക്കണം, എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ശരിക്കും നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അടുത്ത് മിഡ് ക്യാപ്പിലും ഇന്ന് 0-ൽ നിന്ന് 200 പോയിൻ്റ് 229 പോയിൻ്റ് ട്രാവൽ ചെയ്ത് കറക്റ്റ് നമ്മുടെ പോയിന്റിലെത്തി ഇടിച്ചവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്ത് സംഭവിക്കും? 12,200 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ ഈ പോയിൻ്റ് ഇതാണ്. ഇതിന് താഴെ പോയാൽ മാർക്കറ്റ് നേരെ താഴോട്ട് വരും. ഇത് വരച്ചിട്ടേക്കാം. ഇതാണ് ഒരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. താഴോട്ട് മേലോട്ട് ബ്രേക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലോട്ട് എന്ത് സംഭവിക്കും നോക്കിയിട്ട് അവിടെ നിന്ന് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. മിഡ് ക്യാപ്പിനകത്ത് ഇച്ചിരി നീണ്ടുപോയെന്ന് തോന്നുന്നു, എങ്കിലും കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ക്യാപ്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പ്രോഫിറ്റ് എടുത്തവരും പുതിയ ആൾക്കാർ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങളിന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.